പാലക്കാട് കോട്ടായിലുണ്ടായ ഒരു സംഭവം. അവിടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തല്ലി തകർത്തു. കോട്ടായി സ്വദേശി മൻസൂറിന്റെ വീട്ടിലെ വാഹനങ്ങളാണ് അക്രമികൾ നശിപ്പിച്ചത്. കാർ, ബൈക്ക്, ടിപ്പർ ഒക്കെ ഉൾപ്പെടെ 8 വാഹനങ്ങളാണ് ഇതുപോലെ തകർക്കപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. തിരുവണ്ണം വന്നിട്ടുണ്ട്. എൻ്റെ വണ്ടീനെ കാണിച്ചത് ഇപ്പോൾ എന്നെ കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ വണ്ടികൾ ഇറങ്ങിയിട്ട് 2-3 മാസമായിട്ടില്ലേ വണ്ടീനെ ഇങ്ങനെ തല്ലി പൊട്ടിച്ചിട്ട് മൊത്തം ഇതിൻ്റെ A to Z തല്ലി പൊട്ടിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ 4 മണിക്ക് നടന്ന സംഭവം. എൻ്റെ വീട്ടുകാർ ഞങ്ങൾ വെളിയിൽ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. വേറെ സാധനങ്ങളൊക്കെ അവരുടെ ടൂൾസ് സാധനങ്ങളെല്ലാം ഉണ്ട് അവിടുത്തെ വണ്ടിയിലുണ്ട്. അവിടുത്തെ ഒരു ട്രാവലർ ഉണ്ട്, അവർ ഓടിപ്പോയി. അവരെല്ലാവരും ഒരു 10-15 പേരുണ്ട്. ഗോകുൽ VS ഉണ്ട് പാലക്കാട്. ഗോകുൽ, ഇത് എന്തൊരു മര്യാദകേടാണ് സംഭവിച്ചത്? രാവിലെ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വന്ന് അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളെങ്ങാനും പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളെ എന്തെങ്കിലും ചെയ്തേനെ. ശരിയാണ്. ഇതിപ്പോൾ ആരെയാണ് സംശയിക്കുന്നത്? പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തുമ്പുണ്ടോ ഈ ഇങ്ങനെ ഒരു അക്രമം കാട്ടിയവരെ കുറിച്ച്? ഞാനിപ്പോൾ കോട്ടായിലാണ്, ആ വീട്ടിലാണുള്ളത്. ഇപ്പോൾ വീട്ടിലെ വാഹനങ്ങളൊക്കെ നശിപ്പിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ ബൈക്കുകളും അതോടൊപ്പം തന്നെ കാറും ഇതിന് പുറത്ത് നിർത്തിയിട്ട് 2 ട്രാവലറുകളൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലാണ്. മൻസൂറിന്റെ വീടാണിത്. മൻസൂറും എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ഒരു കാരണം ഇതിന്? ഒരു കാരണമായിട്ട് നമ്മൾ അയൽവാസി എൻ്റെ അനിയൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചെറിയൊരു വാക്കുതർക്ക പ്രശ്നം ഉണ്ടായിരുന്നു. അത് അവർ രണ്ടുപേരും തമ്മിൽ നാട്ടുകാരൊക്കെ ഇടപെട്ട് അത് തീർത്തതാണ്. അപ്പം അവൻ കൂട്ടിയിട്ട് വന്ന ഗുണ്ടകളാണോ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, അവൻ്റെ കൂടെ ഉള്ളവരാണെന്നുകൊണ്ട് കൂട്ടിയിട്ട് വന്നവരെ നമ്മൾ നാട്ടിലൊക്കെ ഉപദേശിച്ച് വിട്ടാക്കി. അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് പുലർച്ചെ ഒരു 3:45 സമയത്താണ് ഉണ്ടായിരുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരും ഉറങ്ങുമായിരുന്നു. സാധാരണ ഡോറിലേക്കാണ് ആദ്യം വന്ന് സൗണ്ടുകൾ വന്നത്. കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഡോർ തുറന്നില്ല. അവസാനം ഡോറിൻ്റെ കുറ്റിയൊക്കെ വെളിയിൽ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഡോറിലേക്ക് പിടിച്ച് നിന്നു. ആദ്യം അങ്ങനെയാണ് പ്രഷർ വന്നത്. അതിന് ശേഷം അവർ കിട്ടാതായപ്പോൾ ഈ വണ്ടികളിലേക്ക് നീങ്ങി ഫുൾ വണ്ടികൾ തല്ലി പൊളിക്കേണ്ട സൗണ്ട് ലൗഡായിട്ട് കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് പോലീസിനെ ഇവർ പോയതിന് ശേഷം ഒരു 5 മിനിറ്റ് ശേഷം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അറിയിക്കാൻ പറഞ്ഞാൽ അവർ ഫോൺ എടുത്തില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ പോയതും അവർ വന്നതൊക്കെ വളരെ വൈകിയാണ് വന്നത്. ഇത് സംബന്ധിച്ചിട്ട് 2 ദിവസം മുമ്പ് തന്നെ ഒരു ദിവസം മുമ്പ് കേസ് കൊടുത്തതാണ്. 2 ദിവസം മുമ്പ് അമ്മയും അനിയനൊക്കെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതാണ്. മറ്റേ ഇങ്ങനെയുള്ള സെക്യൂരിറ്റി വേണം, നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് അവരിന്റെ ഡീറ്റെയിലോടെ ആരൊക്കെയാണ് എന്താന്നുള്ളത് ഡീറ്റെയിലോടെ കൊടുത്തതാണ്. അതിന് അതെ. എന്താണ് വിഷയം ഉണ്ടായിരുന്നത്? വിഷയം പറഞ്ഞ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഡ്രസ് കോഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ് കോഡിന് പൈസ ഒരു 4 ദിവസം വൈകി. അപ്പോൾ കുറേ പേര് കൊടുക്കാണ്ടായിരുന്നു. സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് 4 ദിവസം വൈകി. അപ്പോൾ ഒരു ദിവസം രാത്രി 1 മണിക്കാവുമ്പോൾ വീട്ടിൽ കയറി പൈസ ചോദിച്ചപ്പോൾ എന്നെ വിളിച്ച അനാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ ആളിനെ കൊണ്ടുവന്ന് എന്നെ തല്ലി. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും കൂടി ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ട കൊണ്ട് സോൾവ് ചെയ്ത് കാര്യമാണ്. സോൾവ് ചെയ്ത് വീണ്ടും അവർ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അല്ലല്ല, 2 മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും കാടൂര്, ഒരാൾ ഒറ്റപ്പാലത്തുള്ള ആളാണ്. മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ചെറിയ പ്രശ്നം. ഇന്നലെ പോലീസ് പരാതിയും കൊടുത്തു. ഇന്നലെ വൈകിട്ട് ഇവര് നമ്മളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ പോയി പറഞ്ഞു. എന്നിട്ട് പോലീസുകാർ ഒന്നും ഇത്ര ഇതായിട്ടില്ല. പോലീസിൽ പരാതി കൊടുത്തു എന്ന് പറഞ്ഞു, എന്നിട്ടും ആക്ഷൻ ഒന്നും ഉണ്ടായില്ല എന്നാണ്. അതെ, പോലീസിൽ രാവിലെ തന്നെ പരാതി കൊടുത്തു. ചെറിയ പ്രശ്നമെന്ന് പറഞ്ഞ സമയത്ത് അത് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടാക്കിയതാണ്. കാരണം ഒരു ചെറിയ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് 15 അംഗ ഗുണ്ടാ സംഘമാണ് ഇത്രയും വലിയ അക്രമം നടത്തിയത്. ആ വാതിൽ തുറന്നിരുന്നു. ഇവിടെ അടുത്തുള്ളവരാണ് 2 ആൾക്കാർ ഇവിടെ അടുത്തുള്ള, ബാക്കി കാടൂര് പിന്നെ ഒറ്റപ്പാലം എന്നാണ് ഇവർ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു യഹയ എന്ന് പറഞ്ഞ ഒരാളുടെ മകൻ ഹാരിസ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് അതിന് ഇവിടുത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആ വാതിൽ തുറന്നിരുന്നെങ്കിൽ ആ പാവപ്പെട്ട വയസ്സായ ആൾക്കാർക്ക് അപകടം ഉറപ്പായി അവർ വിട്ടുകയായിരുന്നു. അപ്പോൾ ഈ വിവരം ഇവർ പറഞ്ഞപ്പോൾ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് പരാതി കൊടുത്ത ഈ വ്യക്തികളുടെ വിവരങ്ങൾ വരെ കൊടുത്തു. പക്ഷേ അതിൽ ഒരാളെപ്പോലും പോലീസ് വിളിച്ചു ചോദിക്കുക പോലും ചെയ്തില്ല. അത് വിളിച്ചു ചോദിച്ച ഒരു ജീപ്പ് പോയിരുന്നുവെങ്കിൽ ഈ അക്രമം ഉണ്ടാകും. വടിവാളുകൊണ്ടാണ് വെട്ടി. വടിവാള് പിന്നീട് മഴു പോലുള്ള സാധനങ്ങൾ, ചിറ്റിക എന്ന് തുടങ്ങിയ സാധനങ്ങളാവുന്നു. ഇതിൽ ബന്ധപ്പെട്ട 2 ആൾക്കാരെ നേരത്തെ പോലീസ് കൊണ്ടുപോയിട്ട് സ്റ്റേഷനകത്ത് വെച്ച് റീൽ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു.
ഈ കോട്ടായ പോലീസ് സ്റ്റേഷൻ അതിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ദിവിഷ്, നമുക്ക് ഈ വാഹനത്തിലേക്ക് നോക്കിയാൽ ഇത് ഇവിടെയൊക്കെ ഈ വാളുകൊണ്ട് അല്ല ഗോകുലെ, ഒരു മിനിറ്റ്, ഞാനിത് കേട്ടപ്പോഴേ ഡ്രസ് കോഡിനെ ചൊല്ലിയുള്ള ഗോകുലം കേൾക്കാമെങ്കിൽ ഡ്രസ് കോഡിനെ ചൊല്ലിയുള്ള തർക്കം ഇതുപോലെയുള്ള ഒരു അക്രമത്തിലേക്കൊക്കെ പോകാന്ന് പറയും മനുഷ്യന്റെ അവസ്ഥ. ഇതിനൊക്കെ പിന്നെ സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റുമോ? സാധാരണ രീതിയിൽ നല്ല സുഹൃത്തുക്കളൊക്കെയാണ് ഒരു കല്യാണത്തിന് ഡ്രസ് കോഡായിട്ട് പോകുക, ഒരു രസമാണല്ലോ. അതിന്റെ പേരിൽ തർക്കം ഉണ്ടായി ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇത് എന്ത് സുഹൃത്തുക്കളാണ് ഗോകുൽ? തീർച്ചയായിട്ടും അതെ, ഒരു വളരെ ചെറിയ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ അക്രമം കാണിക്കുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എങ്ങനെ പോകുന്നു നമ്മുടെ അവസ്ഥ എന്നൊക്കെ ഉള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മൻസൂറിന്റെ അമ്മയൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ വീടിന്റെ ഉള്ളിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി വന്നിട്ട് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിട്ട്. ഞങ്ങൾക്ക് വെളിയിൽ വരാൻ പറ്റില്ലല്ലോ, അതിൽ ഡോറിൽ അങ്ങനെ പ്രസ് ചെയ്തിട്ടേ നിന്ന് വെളിയിൽ വരാണ്ട്. കാറിനുടയ്ക്കുന്ന ശബ്ദമൊക്കെ നല്ല 10 മിനിറ്റ് സമയം കൊണ്ടാണ് ചെയ്തിട്ട് പോയിരിക്കുന്നത്. കുട്ടീന്ന് ഒരേ കരച്ചില്, കുട്ടി ഞങ്ങളും ഉള്ളിൽ നിന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, 4 മണി സമയത്തല്ലേ. ആ പരാതി ഞാനും പോയിട്ടുണ്ടായിരുന്നു. അത് മുബാർക്കിന് സേഫ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അത് തനിയെ അവന് വണ്ടി ഡ്രൈവറല്ലേ, അത് എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ എന്നിട്ട് ഞാൻ പോയതാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ. അമ്മയുടെ നമുക്ക് കാണാലോ, അമ്മയുടെ മുഖത്ത് ഇപ്പോഴും ആ ഭയം മാറിയിട്ടില്ല. കാരണം സ്വാഭാവികമാണ്, പെട്ടെന്ന് ഒരു പുലർച്ചെ ഒരു 4 മണിക്കൊക്കെ ഇങ്ങനെ കുറച്ച് പേര് വീട്ടിൽ വന്ന് അക്രമം കാണിക്കുക, അതും ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആരായാലും ഭയക്കും. ഗോകുലെ, ഈ റീലിന്റെ കാര്യം പറഞ്ഞല്ലോ അല്ലെ, പോലീസ് വിളിച്ചുകൊണ്ട് എന്താ റീൽ എടുത്ത് വിടുക ചെയ്തത്, എന്തായിരുന്നു ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം മുബാറക്കിനെ മർദ്ദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിലെ പ്രതികളെ 2 പേരെ പോലീസ് പിടിച്ചിരുന്നു. ആ പ്രതികളാണ് സ്റ്റേഷനുള്ളിൽ വെച്ച് ഫോട്ടോ എടുത്ത് പ്രതികളാണ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചിട്ട് ആ റീൽ ചെയ്ത് എന്ന് കാണിച്ചത്. അവര് സ്റ്റാറ്റസ് ഇടുന്നതാണ്. അതായത് നമുക്ക് ഇവർ സംശയിക്കുന്ന ആളുകളാണ്. സംശയിച്ചതല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വാളുമായിട്ട് വന്ന ആൾക്കാരാണ്. അവർ മിനിഞ്ഞാന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയവരെ വളരെ പോലീസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഗുണമാണ്. അല്ല, ഇവര് ഇന്നലെ ആക്രമണം നടത്തിയതിലുണ്ടായിരുന്നു. ഇവർക്ക് തിരിച്ചറിയുന്നു. ദിവിഷ്, അതായത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് മുബാറക്കിനെ മർദ്ദിച്ച വിഷയത്തിൽ ഇവർ പോലീസ് പിടിച്ച 2 പേരാണ്, പ്രതികളാണ്. അവർ ഈ സ്റ്റേഷനുള്ളിൽ ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ മച്ച എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടുന്ന രീതിയൊക്കെ ഉണ്ടായി. അതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് പോയി. അതിനുശേഷം കഴിഞ്ഞ ദിവസം വന്ന ആക്രമണത്തിൽ, അതായത് ഈ നടന്ന ആക്രമണത്തിൽ ഇവർ 2 പേരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംശയിക്കുന്നത്. മാത്രമല്ല പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാണ്, ലോക്കപ്പ് എന്നൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായെന്നാണ് പറയുന്നത്. കാരണം ഇതിന് മുൻപ് പരാതി കൊടുത്തതാണ്, ഇവിടെ ഇങ്ങനെ അക്രമത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുബാറക്കിന് ഭീഷണിയുണ്ട് എന്നൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നതാണ്, പരാതി നൽകിയിരുന്നതാണ്. പക്ഷേ അതിനുശേഷവും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പോലീസ് പറയുന്നത് തങ്ങൾ പ്രതികളെ അന്വേഷിക്കുന്നുണ്ട്, ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ശരി ഗോകുലെ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു കല്യാണത്തിന്റെ ഡ്രസ് കോഡ് തീരുമാനിച്ചതിനെ ചൊല്ലിയുണ്ടായൊരു തർക്കം അവസാനം ഒരു വീട്ടിലെ 8 വാഹനങ്ങൾ തല്ലി തകർക്കുന്നതിലേക്ക് ആ ഉമ്മയുടെയൊക്കെ ആകെ പേടിച്ച് വിറച്ചാണ് അവർ സംസാരിക്കുന്നത്. രാവിലെ 4:30 കുറേ ആളുകൾ വീട്ടിലേക്ക് കയറി വന്നാൽ വാതിലിൽ ഇടിയും പിടിയുമായി കഴിഞ്ഞാൽ ആളുകൾ ഭയന്നു പോകില്ലേ. അവസാനം പരാതിപ്പെട്ടവരെ 2 പേര് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അവിടെ ഹാപ്പി ബർത്ത്ഡേ മച്ച എന്ന് പോസ്റ്റ് ഇടാൻ വരെ ഉള്ള സൗകര്യം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കി കൊടുത്തു എന്ന ആരോപണം കൂടിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്, വേണ്ട നടപടികളൊക്കെ പോലീസ് എടുക്കട്ടെ.